ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് വ്ലോഗ്സ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് സ്ക്രീൻ മിറർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സ്ക്രീൻ മിററിങ്ങിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വൈഫൈ മെത്തേഡ് വഴി ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് HDMI കേബിൾസ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ക്രോം കാസ്റ്റ് അതുപോലുള്ള ഡിവൈസസ് യൂസ് ചെയ്തും ഇങ്ങനെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊന്നും ഒന്നും യൂസ് ചെയ്യുന്നില്ല, നെറ്റിൻ്റെ ഒരാവശ്യവും ഇല്ല, അല്ലെങ്കിൽ വൈഫൈ മോഡം ഇല്ലാത്തവർക്കും സ്ട്രീം ചെയ്യാനായിട്ടൊരു മെത്തേഡാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സ്ക്രീൻ മിററിങ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ 6 ഇഞ്ച് വലുപ്പമുള്ള ആ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇത്തരം വലിയ മോണിറ്റേഴ്സ്, അതായത് 13-14 ഇഞ്ചിൻ്റെ വലിയ മോണിറ്റേഴ്സിലേക്ക് നമുക്ക് മിറർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ വലിയ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വെറും നമ്മുടെ ഫോൺ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന ആ ഒരു ചാർജിങ് വയർ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്ക്രീൻ മിററിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയൽ ഉണ്ട്, അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്തിട്ടേക്കുക. ബാക്കി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുകളാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം നേരെ നമ്മുടെ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. സി ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ അടിച്ചതിന് ശേഷം ഒരു പുതിയ ഫോൾഡർ കൊടുക്കുക. അതിൻ്റെ പേരിടേണ്ടത് sndcpy എന്നാണ്. ഓക്കെ, സ്ക്രീൻ കോപ്പിയുടെ ഷോർട്ട് ഫോം ആണ്. അതിനുശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. ആ ഒരു ഫോൾഡറിനകത്തേക്ക് കയറുക. എന്നിട്ട് നമ്മൾ ആ ഒരു സിപ്പ് ഫയലിലുള്ള ആ ഒരു ഫയൽസ് എല്ലാം നമ്മൾ ഈ ഒരു ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ സിപ്പ് ഫയലിലുള്ളത് എല്ലാ ഫയൽസ് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് എല്ലാം ഇങ്ങോട്ടേക്കൊന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ എല്ലാം ഈ ഒരു എന്താ പറയുക ലൊക്കേഷനിലേക്ക് എക്സ്ട്രാക്ട് ആവും. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കഴിയുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്ത് ഡയറക്ടറി ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മുകളിൽ കാണുന്ന ലൊക്കേഷനിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പോഴത്തേക്ക് അവിടെ കോപ്പി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അതിൽ കോപ്പി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ എന്താ പറയുക സെർച്ചിലേക്ക് വരിക. സെർച്ചിൽ വന്നതിന് ശേഷം സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ PC സെറ്റിങ്സ് ആപ്പ് എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ആപ്പ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഇവിടെ സെർച്ച് ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ എൻവയോൺമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ENV എന്ന് അടിക്കുമ്പോൾ തന്നെ സാധനം വരും. അതിൽ രണ്ടാമത് കാണുന്ന എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ സിസ്റ്റം പ്രോപ്പർട്ടീസ് വരും. അതിനകത്ത് താഴെയായിട്ട് എൻവയോൺമെൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അത് ടാപ്പ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് കാണുന്ന സിസ്റ്റം വേരിയബിൾസ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് നിങ്ങൾ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ പാത്ത് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു സെമിക്കോളിനിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ സെമിക്കോളിനിട്ട് റൈറ്റിലായിട്ട് നിങ്ങൾ ഒരു റൈറ്റിൽ കടിക്കുക, എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതെല്ലാം കോപ്പി ചെയ്യേണ്ട ഒരു എന്താ പറയുക പാത്ത്. അപ്പോൾ അവിടെ സെമിക്കോളൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെമിക്കോളൻ ഇട്ടതിന് ശേഷം റൈറ്റിലേക്ക് അടിച്ച് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ജസ്റ്റ് ഓക്കെ അടിച്ച് എല്ലാം നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം അതിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻ ഇനേബിൾ ചെയ്തതിന് ശേഷം അതിനകത്ത് USB ഡീബഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി ഒന്ന് ഇനേബിൾ ചെയ്യുക. ഓക്കെ, USB ഡീബഗിങ് ഇനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും ഡു യു വാണ്ട് എന്താ പറയുക കണക്ട് ചെയ്യണമെന്ന് പെയർ ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ അലോ കൊടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഒന്നും കൂടെ നമ്മുടെ സെർച്ച് എടുക്കുക. ഓക്കെ, സെർച്ച് എടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യേണ്ട സംഭവം CMD എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഇനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം റൈറ്റിലേക്ക് അടിച്ചിട്ട് അതിനെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, സാധനം വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത് SCRCPY എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ജസ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇത് റൺ ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സംഭവങ്ങളെല്ലാം വന്ന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾഡ് ആയെങ്കിൽ കണ്ടില്ലേ സംഭവം നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫോൺ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന അതേ കണക്ക് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കൈകൊണ്ട് മാറ്റുന്ന അതേ കണക്ക് തന്നെ എല്ലാം നമ്മുടെ സ്ക്രീനിൽ ഇവിടെ കിട്ടും. ഓക്കെ, ഇത് ഏത് ഓറിയൻറ്റേഷനിൽ വെക്കാം, അതായത് പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും വെക്കാം. ഇനി ക്യാമറ ഓൺ ആക്കിയാൽ അത് ഇതേ കണക്ക് ഇതിൽ കിട്ടും. ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീൻ മിററിങ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ലോ ആൻഡ് PC ആയിട്ട് തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡും കൂടെ ചെയ്യുന്നുണ്ട്. അതെനിക്ക് അവിടെ ചെറിയൊരു ലാഗ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് PUBG ഒക്കെ ഓൺ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ എന്താ പറയുക പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് PUBGയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് സ്ക്രീൻ മിറർ ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇനിയുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് കീബോർഡും കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ടൈപ്പ് ചെയ്ത് പടപടയെ നമുക്ക് ടൈപ്പ് ചെയ്ത് വിടാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് 100% യൂസ്ഫുൾ ആണ്. അപ്പോൾ കീബോർഡ് വെച്ച് ഒരുപാട് ടൈപ്പ് ചെയ്യാനുള്ളവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഇതിന്റെ കുറച്ച് യൂസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങളൊരു PUBG പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഫോണിൽ കളിക്കുന്ന അതേ ടൈം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലാപ്പിൻ്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് ഇത് ഷെയർ ചെയ്താൽ വളരെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ കളിക്കുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു എനിമി ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എനിമിയുടെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോ സ്പെക്ക് ഫോണാണ്, അതായത് നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ലാഗ് പ്രശ്നങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഗെയിം കളിക്കുന്ന ഇതിനൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വഴി അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്ക്രീൻ റെക്കോർഡർ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നല്ല യൂസ്ഫുൾ ആണ്. പിന്നുള്ള മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ അത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഹെൽപ്ഫുൾ ആയതാണ്. അതായത് എഡിറ്റിങ്ങിന് ഞാൻ കൈൻമാസ്റ്റർ ആപ്പ് യൂസ് ചെയ്ത് എൻ്റെ ഫോണിലാണ് എഡിറ്റിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ടച്ച് വെച്ച് ചെയ്യുമ്പോൾ ഒരു കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. എൻറ്റയർലി എന്താ പറയുക, സെക്കൻഡ്സ് മാറിക്കഴിഞ്ഞാൽ അറിയാലോ എഡിറ്റിങ്ങിനകത്ത്. അപ്പോൾ അത് ഒരു വലിയ ഹെൽപ്ഫുൾ ആണ്. ഇതിനകത്ത് മൗസും കീബോർഡും വെച്ച് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യാനും അതുപോലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പറ്റും. സോ എഡിറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സ്ക്രീൻ ഷെയർ. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു PC ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇതിനകത്ത് എന്തെങ്കിലും വർക്ക് ആവാതെ എങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഓക്കെ, അതിന് പറ്റിയിട്ടുള്ള ഫിക്സ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.